ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടത്തിനൊരു ശുദ്ധിയുണ്ട്, ഒരു നെറിയുണ്ട്. ഒരിക്കലും ആ ശക്തിയെ നിന്ദിക്കരുത്. കാട്ടുദൈവങ്ങളെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. പ്രകൃതി ഭംഗി കാണാൻ ഇറങ്ങിയതാണോ? ആ അതെ. അനുവാദം വാങ്ങിയോ? അനുവാദം? ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ കാട്ടുദൈവങ്ങളുടെ അനുവാദം വേണം. അവർ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് അവരുടെ കരുതൽ കൊണ്ടാണ്. അതിനൊരു പ്രതിഫലം അവർക്ക് കൊടുത്തേ പറ്റൂ. ഓ, ദാ അവിടെ ഒരു കാണിക്ക ഇട്ടിട്ട് പോകൂ. യാത്ര സുഖകരവും ഇവിടം ഒരു പെറ്റമ്മയെ പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അതെ, ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. അതിനിതുപോലത്തെ തട്ടിപ്പ് ദൈവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, ഒന്ന് കയറി തൊഴുത് വണങ്ങി പോകുന്നത് ഉത്തമമായിരിക്കും. എന്റെ പൊൻ, ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ വരട്ടെ. എന്തായാലും ഉപദേശത്തിന് നന്ദി. അല്ല പിന്നെ ഓരോരോ തട്ടിപ്പും കൊണ്ട് വന്നോളും. മകളെ കയറി കയറി. വിഷ്ണുട്ടാ, ഒന്ന് അവിടെ വരെ പോണോ വിഷ്ണുട്ടാ? ഇടത്താനിത് ഏത് ലോകത്താ? ഇതൊക്കെ ചുമ കളിപ്പീരാണ് വെറുതെ. എല്ലാരും കയറി, വണ്ടി കയറി, മക്കള് കയറി, താനും കയറി. ശാലിനി കേറ്. ഒന്ന് വണങ്ങിയിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇവിടത്തിനൊരു ശുദ്ധിയുണ്ട്, ഒരു നെറിയുണ്ട്. ഒരിക്കലും ആ ശക്തിയെ നിന്ദിക്കരുത്. കാട്ടുദൈവങ്ങളെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഈ പോക്കാപത്തിലേക്കാണ്, വലിയ ആപത്തിലേക്ക്, വലിയ ആപത്തിലേക്ക്, വലിയ ആപത്തിലേക്ക്, വലിയ ആപത്തിലേക്ക്. വിഷ്ണുട്ടാ, നമുക്ക് എന്തെങ്കിലും കാണിക്കിട്ടിട്ട് പോകുന്നതല്ലേ നല്ലത്? എന്റെ ശാലിനി ഒന്നും ഉണ്ടായിരുന്നേ. ഇതൊക്കെ ചുമ്മാ വെറുതെ. തന്റെ അമ്മ എന്നെ ആവശ്യത്തിനധികം പൂജയും വഴിപാടൊക്കെ നടത്തുന്നതല്ലേ, അതൊക്കെ മതി. ഇതൊക്കെ വെറുതെ തട്ടിപ്പാടും. കാണിക്കെട്, പൈസ ഇട്. ഇനി ഇവിടെ എത്ര ദൂരം ഉണ്ട് അച്ഛാ? നമ്മളെത്താറേടാ? വാ 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 വാ. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ? പിയൂണിനെ കണ്ടാലേ കാര്യങ്ങൾ നടക്കൂ. എന്താ, എന്തു പറ്റി? അല്ലൊരു മൂഡ് ഓഫ് ഒക്കെ. ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടായിരുന്ന ഊർജ്ജമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരെങ്കിലും തിരക്കി വരുമെന്ന് പേടിച്ച് ടെൻഷനാണോ? അതെ,
എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ചു നേരത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചേക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമാണ് നടക്കാൻ പോകുന്നത്. മാലയൊന്നും ഇല്ലടേ. എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് കാര്യങ്ങൾ നടത്താൻ നോക്ക്. അതിന്റെ ഇടയിലാണോ? എന്നാ പിന്നെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ കൂടെ കൊടുക്ക്. എടാ മിണ്ടാതിരിക്കടാ, എല്ലാം സെറ്റാ. നിങ്ങൾ വരാൻ വൈകിയതാ പ്രശ്നം. അല്ല, ഇതെങ്ങോട്ടായി കയറി പോകുന്നത്? അല്ല, സമയമായില്ലേ? അവിടെ നിക്ക്, 1-2 കാര്യങ്ങളോടെ റെഡിയാക്കാനുണ്ട്. മാത്രമല്ല, അകത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ ചേട്ടാ ഞങ്ങൾ ഈ ഓട്ടോ ഒക്കെ ഓടിച്ച്? കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓട്ടമാ മോനെ. ഇപ്പൊ എങ്ങനെയെങ്കിലും കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടം, അത് കഴിഞ്ഞ് ജീവിക്കാനുള്ള ഓട്ടം. ആ ഓട്ടത്തിൽ ഒപ്പത്തിനൊപ്പം ഓടിയെത്തുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾ അറിയുന്നത്. ചേട്ടൻ ഇവരെ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു പേടിപ്പിക്കാണോ? എപ്പോഴും ഒരു പേടിയുള്ളത് നല്ലതാ. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വരുമ്പോ അത് ഇവർക്ക് ഗുണം ചെയ്യും. അപ്പൊ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ വിളിക്കാം. ആ അയാൾ ചുമ്മാ തള്ളിയതാ, നീ ടെൻഷൻ അടിക്കണ്ട, വിട്ടേക്ക്. അമ്മയാളെ കൊള്ളാലോ അച്ഛാ, ഡ്രൈവിംഗിൽ എക്സ്പേർട്ടാ. അമ്മയെക്കുറിച്ച് നിങ്ങൾ ഇനി അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ. മക്കളെ ഒന്ന് മയങ്ങിക്കോ, സ്ഥലത്ത് മച്ചം വിളിക്കാം. ഉറങ്ങാനോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടാനെ കണ്ടിട്ടേ ഉറങ്ങൂ. അയ്യോ സന്തോഷം. കാട്ടാനേനെ കാറിൽ കയറ്റണമെന്ന് മാത്രം പറയല്ലേ, വണ്ടി വലിക്കില്ല, അതുകൊണ്ടാ. പടച്ചോനെ, ഇവിടുത്തെ എടുക്കാതെയാണോ പോയിരിക്കുന്നേ? ഹലോ, കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതാ. I am waiting. Come to the registrar's office before 11 o'clock. ബാബാ, ബാബാ, നൂറേ, നൂറേ, ഇവളിത് എവിടെ പോയി? ഇവളിത് എവിടെയോ?